ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ടു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് മോട്ടിവേറ്റിംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ആക്ട് ടുവേർഡ്സ് അച്ചീവിങ് എ കോമൺ ഗോൾ. അല്ലെങ്കിൽ നമുക്ക് പറയാം എൻകറേജിങ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് ടു വർക്ക് എൻത്യൂസിയാസ്റ്റിക്കലി ടുവേർഡ്സ് ഒബ്ജക്റ്റീവ്സ്. ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്, കൂടുതലായിട്ട് കിടക്കുന്നില്ല. സോ ടുഡേ വി ക്യാൻ ഡിസ്കസ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. എന്താ ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു എ ലീഡേഴ്സ് behavioral pattern which the leader reflects in his role as a leader is often described as style of leadership. അതായത് ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് പാറ്റേൺസ് എക്സിസ്റ്റ് അമംഗ് ലീഡേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അതായത് പല ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഓരോ ലീഡേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലർ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് സ്നേഹത്തോടു കൂടി സംസാരിക്കും, ചിലർ വളരെ എന്താ പറയുക ക്രൂഡായിട്ടായിരിക്കും, അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എ ലീഡേഴ്സ് ഫിലോസഫി, പേഴ്സണാലിറ്റി, എക്സ്പീരിയൻസ് ആൻഡ് വാല്യൂ സിസ്റ്റം. Okay, so it is also depends upon the types of followers. അതായത് ഇപ്പം ക്ലാസ്സിലെ കുട്ടികൾ നല്ല കുട്ടികളാണ്, ടീച്ചേഴ്സ് അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവം കാണിക്കും. പക്ഷെ കുരുത്തക്കേടാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ സ്വഭാവം മാറും. അതേപോലെയാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഫോളോവേഴ്സ് ആൻഡ് ഓർഗനൈസേഷണൽ അറ്റ്മോസ്ഫിയർ prevailing in the enterprise. So basically there are 3 types of leadership styles. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ചെണ്ണം കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട്, അതവിടെ എത്തുമ്പോൾ ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ 3 types of leadership styles ആണ് നോക്കാൻ പോകുന്നത്. ഒന്ന് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ, സെക്കൻഡ് വൺ ഇസ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് തേർഡ് വൺ ഫ്രീ റെയിൻ. ഈ ഓട്ടോക്രാറ്റിക്കിനെയാണ് നമ്മൾ അതോറിറ്റേറിയൻ എന്ന് പറയാം. അതേപോലെ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഫ്രീ റെയിൻ അല്ലെങ്കിൽ ലേസർ ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ. അതായത് അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ലീഡർ മേ യൂസ് ഓൾ സ്റ്റൈൽസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, but one style tends to predominate as is normal way of using power. ഇപ്പോൾ ഒരു ഫാക്ടറി സൂപ്പർവൈസർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹു ഇസ് നോർമലി ഓട്ടോക്രാറ്റിക്, മേ ബി പാർട്ടിസിപ്പേറ്റീവ് ഇൻ ഡിറ്റർമിനിങ് വെക്കേഷൻ ഷെഡ്യൂൾസ് ആൻഡ് ഫ്രീ റെയിൻ ഇൻ സെലക്ടിങ് ഡിപ്പാർട്ട്മെൻറ്റൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഫോർ സേഫ്റ്റി കമ്മിറ്റി എക്സെട്ര. സോ ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് this classification is not scientific. അതായത് in practice a leader adopt a combination of styles because there are thousands of in-between styles of power which each manager applies in his own way എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ. ഓട്ടോക്രാറ്റിക് സ്റ്റൈലിനെയാണ് അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്നും പറയാം കേട്ടോ. അപ്പം ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ദിസ് ഇൻവോൾവ്സ് റിറ്റൻഷൻ ഓഫ് ഫുൾ അതോറിറ്റി ബൈ ദ ലീഡർ. എന്താ ചെയ്യുന്നത്? ഇവിടെ എ മാനേജർ സെൻട്രലൈസസ് ഡിസിഷൻ മേക്കിംഗ് പവർ ആൻഡ് അതോറിറ്റി ഇൻ ഹിംസെൽഫ് ആൻഡ് എക്സസൈസസ് കംപ്ലീറ്റ് ആൻഡ് ഫുൾ ഫ്ലെഡ്ജ്ഡ് കൺട്രോൾ ഓവർ ഹിസ് സബോർഡിനേറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർ ഗീവ്സ് ഓർഡേഴ്സ് വിച്ച് ഹീ ഇൻസിസ്റ്റ് shall be obeyed. അതായത് he determines policies for the group without consulting them and does not give detailed information about future plans but simply tells the group what immediate steps they should അല്ലെങ്കിൽ they must take. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓൾ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെൻട്രലൈസ്ഡ് ഇൻ ദ ലീഡർ. അതായത് ലീഡർ അഡോപ്റ്റിംഗ് ദിസ് സ്റ്റൈൽ സ്ട്രെസ്സസ് ഇസ് prerogative to decide and order the subordinates' obligation to do what they are told to carry out. മനസ്സിലായല്ലോ? അതായത് ചില സമയത്ത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് മേ ബി നെഗറ്റീവ് ബിക്കോസ് ഫോളോവേഴ്സ് ആർ അൺഇൻഫോംഡ്, ഇൻസെക്യൂർ ആൻഡ് അഫ്രെയ്ഡ് ഓഫ് ലീഡേഴ്സ് അതോറിറ്റി. ഹിറ്റ്ലർ ഇതൊക്കെ അറിയാലോ, അങ്ങനെയുള്ളൊരു ലീഡറാണ് അദ്ദേഹം. സച്ച് എ ലീഡർ മേ ബി കോൾഡ് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് who relies on negative influences and gives orders which the subordinates must accept. ചിലപ്പോൾ ലീഡർഷിപ്പ് ക്യാൻ ബി പോസിറ്റീവ്
അതായത് എപ്പോഴാണ് ബിക്കോസ് ദ ലീഡർ മേ യൂസ് ഹിസ് പവർ ടു ഡിസ്പേഴ്സ് ടു റിവാർഡ്സ് ടു ഹിസ് ഗ്രൂപ്പ്. വെൻ ഹിസ് മോട്ടിവേഷണൽ സ്റ്റൈൽ ഇസ് പോസിറ്റീവ്, he is often called a benevolent autocrat. അപ്പോൾ ബെനവലൻറ്റ് ഓട്ടോക്രാറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബെനവലൻറ്റ് ഓട്ടോക്രാറ്റ് ഇസ് ഇഫക്റ്റീവ് ഇൻ ഗെറ്റിംഗ് ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻ മെനി സിറ്റുവേഷൻസ് ആൻഡ് he can develop effective human relationship. അപ്പോൾ വേറൊരു ടൈപ്പ് വരുന്നുണ്ട് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ്. അത് ഹൂ മേക്സ് ദ സബോർഡിനേറ്റ്സ് ഫീൽ ദാറ്റ് ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഈവൻ ദോ ഹി ഹാസ് ഓൾറെഡി ടേക്കൺ ദ ഡിസിഷൻ. അതായത് വരുത്തി തീർക്കുക ചെയ്യുക. അതായത് ശരിക്കും ഡിസിഷൻസ് ഒക്കെ ലീഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വെറുതെ ആളുകളൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷേ അദ്ദേഹം എടുത്ത തീരുമാനം തന്നെയാണ് ഫൈനലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് നമ്മൾ എന്താ പറയുക, മാനിപ്പുലേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ. അപ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് ആവാം, ബെനവലൻറ്റ് ഓട്ടോക്രാറ്റ് ആവാം, മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് ആവാം. അപ്പോൾ ഈ മൂന്ന് രീതിയിലുള്ളത് നോക്കുകയാണെങ്കിൽ the biggest advantage of this style is that tasks can be accomplished efficiently and quickly without wasting time in a two-way communication process. The drawback എന്താണെന്ന് വെച്ചാൽ although employees are aware of what to do, but they may not know why they are required to do so. So this also leads to low employee morale and lack of initiative among them. മനസ്സിലായോ? ഓട്ടോക്രാറ്റ് എന്താണെന്നുള്ള ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് വൺ ഇസ് ഏതാണ്? ഫ്രീ റെയിൻ ഓർ ലേസർ ഫെയർ ലീഡർഷിപ്പ്. ഈ ലേസർ ഫെയർ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് സ്റ്റൈൽ നോർമലി റെപ്രസെൻറ്റ്സ് ദ ആബ്സെൻസ് ഓഫ് എ ഫോർമൽ ലീഡർഷിപ്പ്. ഒരു ഫോർമൽ ലീഡർഷിപ്പ് അല്ല. സച്ച് എ ലീഡർ ഡസ് നോട്ട് ലീഡ് ബട്ട് ഹി ലീവ്സ് ദ ഗ്രൂപ്പ് എൻറ്റയർലി ടു ഇറ്റ് സെൽഫ്. അതായത് ഹീ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ചെയർമാൻ ഓഫ് ദ ബോർഡ് ഹു ഡസ് നോട്ട് മാനേജ് ബട്ട് ലീവ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ മോസ്റ്റ് ഓഫ് ദ വർക്ക് ടു ഹിസ് സബോർഡിനേറ്റ്. അതായത് ഫ്രീ റെയിൻ ലീഡർ അവോയ്ഡ്സ് പവർ എന്നാണ് പറയുന്നത്. ഹി ഡിപ്പെൻഡ്സ് ലാർജ്ലി അപ്പോൺ ദ ഗ്രൂപ്പ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ ഗോൾസ് ആൻഡ് വർക്ക് വിത്തൗട്ട് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്രീ റെയിൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതെന്താണെന്ന് പറയുന്നത്? ഫ്രീ റെയിൻ ടെക്നിക് മീൻസ് ഗിവിങ് കംപ്ലീറ്റ് ഫ്രീഡം ടു സബോർഡിനേറ്റ്. അതായത് ലീഡർ പാസസ് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസിഷൻ മേക്കിംഗ് ടു ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് ടേക്ക് എ മിനിമം ഇനിഷ്യേറ്റീവ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഹി ഗിവ്സ് നോ ഡിറക്ഷൻ ആൻഡ് അലൗസ് ദ ഗ്രൂപ്പ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ ഗോൾ ആൻഡ് വർക്ക് വിത്തൗട്ട് ഓൺ പ്രോബ്ലംസ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ലേസർ ഫെയറിൽ വരുന്നത്. ഇതിൻ്റെ മെയിൻ അതായത് ദിസ് സ്റ്റൈൽ ഇസ് സ്യൂട്ടബിൾ ഇഫ് സബോർഡിനേറ്റ്സ് ആർ ഹൈലി മെച്യൂർഡ്. അതായത് എല്ലാം കൃത്യമായി ചെയ്യുന്ന സബോർഡിനേറ്റ്സ് ആണെങ്കിൽ ലീഡർക്ക് അങ്ങനെ ചെയ്യാം. സെൽഫ് ആക്ച്വലൈസ്ഡ് ആൻഡ് കേപ്പബിൾ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദിയർ ജോബ്സ്. ഇഫ് സബോർഡിനേറ്റ് പൊസസ് ഓൾ ദീസ് ക്വാളിറ്റീസ് ദെൻ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് ലേസർ ഫെയർ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാം. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സ്റ്റൈൽ ലൈസ് ഇൻ ദി fact that it can make the subordinate self-reliant. അതായത് സബോർഡിനേറ്റ്സിന് ഒരു സെൽഫ് കോൺഫിഡൻസ് വരും, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള. സോ ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് മോട്ടിവേഷൻ. ഡ്രോബാക്ക് ഓഫ് ദിസ് സ്റ്റൈൽ ഇസ് ദാറ്റ് മെമ്പേഴ്സ് മേ ഡെവലപ്പ് എ ഫീലിംഗ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഇസ് അൺകൺസേൺഡ് അബൌട്ട് ദം. അതായത് ഓർഗനൈസേഷൻ എന്താണെന്നാണ് പറയുന്നത്, അവരെക്കുറിച്ചിട്ട് അത്ര ബോധർ ചെയ്യുന്നൊന്നുമില്ല. അതായത് അവർക്കെല്ലാം ഏൽപ്പിച്ച് കൊടുത്തേക്കുക ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്രീ റെയിൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഫ്രീ റെയിൻ ലീഡർഷിപ്പ് സ്റ്റൈൽ. അപ്പോൾ ദ ഫ്രീ റെയിൻ ലീഡർ എന്ന് പറഞ്ഞാൽ ഹി ഡസ് നോട്ട് ലീഡ് ബട്ട് ലീവ്സ് ദ ഗ്രൂപ്പ് എൻറ്റയർലി ടു ഇറ്റ് സെൽഫ്. സച്ച് എ ലീഡർ അലൗസ് മാക്സിമം ഫ്രീഡം ടു സബോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി തേർഡ് വൺ ഇസ് പാർട്ടിസിപ്പേറ്റീവ് ഓർ ഡെമോക്രാറ്റിക് സ്റ്റൈൽ. ഇവിടെ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ വരുന്നത് എങ്ങനെയാണ്? എ ഡെമോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് വൺ ഹു ഗിവ്സ് ഓർഡേഴ്സ് ഓൺലി ആഫ്റ്റർ കൺസൾട്ടിങ് ദ ഗ്രൂപ്പ്. നമ്മളെ എന്താ പറയുക, നമ്മളെ ഗവൺമെൻറ് അങ്ങനെയാണല്ലോ ഇവിടെ. അതായത് ആദ്യം ആളുകളായിട്ട് കൺസൾട്ട് ചെയ്യും. See to it that policies are worked out in group discussions and with the acceptance of the group. എന്നിട്ട് അങ്ങനെയാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഫേവേഴ്സ് ഡിസിഷൻ മേക്കിംഗ് ബൈ ദ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഇസ് വെസ്റ്റഡ് വിത്ത് ദിസ്
ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്. അതായത് പാർട്ടിസിപ്പേറ്റീവ് മാനേജർ എന്താ ചെയ്യുന്നത്, ഈ ഡീസെൻട്രലൈസസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് സബോർഡിനേറ്റ്സ് ആർ കൺസൾട്ടഡ് ആൻഡ് ദിയർ പാർട്ടിസിപ്പേഷൻ ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ഇസ് എൻഷുർഡ്. A manager or leader is not taking unilateral decision. അതായത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഫേവേഴ്സ് ഡിസിഷൻ മേക്കിംഗ് ത്രൂ ഡിസ്കഷൻ, ഷെയറിംഗ് ഓഫ് പവർ ബൈ അലൗവിങ് ദ ഗ്രൂപ്പ് ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ടു ലെറ്റ് ഡിസിഷൻസ് എമേർജ് ഫ്രം ദി ഗ്രൂപ്പ്. അപ്പോൾ ബെനിഫിറ്റ്സ് നോക്കുകയാണ്, ഈ ഇതിൽ തന്നെ ഈ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ 2 തരത്തിൽ വരുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് വരുന്നതാണ് കൺസൾട്ടേറ്റീവ്, അതേപോലെ പെർസ്വേസീവ്. അതായത് കൺസൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് കൺസൾട്ടേഷൻ ബിഫോർ ഡിസിഷൻസ് ആർ മേക്ക്. ദ അതർ വൺ ഇസ് ലീഡർ ടേക്ക് ഡിസിഷൻ ആൻഡ് സീക്സ് ടു പെർസ്വേഡ് അതേഴ്സ് ദാറ്റ് ദ ഡിസിഷൻ ഇസ് കറക്റ്റ്. മനസ്സിലായോ? അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ subordinates are highly motivated when they are allowed to make decisions. Moreover, this enhances their self-worth, which leads to a high level of job satisfaction. So the decisions gain more acceptance among the subordinate. It also paves the way for better quality solutions to പ്രോബ്ലംസ്. ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ, ഈ മെത്തേഡിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ദ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ദർ ഇസ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതേപോലെ സം ലീഡേഴ്സ് മേ നോട്ട് ബി വില്ലിംഗ് ടു ഡെലിഗേറ്റ് അതോറിറ്റി കംപ്ലീറ്റ്ലി ടു ദെയർ സബോർഡിനേറ്റ്. സിമിലർലി സബോർഡിനേറ്റ്സ് മേ ബി അൺവില്ലിംഗ് ടു ഷോൾഡർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സോ ആസ് സച്ച് ദിസ് സ്റ്റൈൽ മേ നോട്ട് ഓൾവേസ് വർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ഇത് കൂടാതെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 കൂടെ തന്നിട്ടുണ്ട്. പേസ് സെറ്റിംഗ് സ്റ്റൈൽ, അഫിലിയേറ്റീവ് സ്റ്റൈൽ ആൻഡ് കോച്ചിങ് സ്റ്റൈൽ. അതും കൂടി ഒന്ന് നോക്കാം. ഈ പേസ് സെറ്റിംഗ് സ്റ്റൈലിൽ പറയുന്നത് ദ ലീഡർ സെറ്റ്സ് ഹൈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സംപ്ലിഫൈസ് ദം ഹിംസെൽഫ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ക്വിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം അങ്ങോട്ട് ഹൈ സ്റ്റാൻഡേർഡ്സ് അവിടെ സെറ്റ് ചെയ്ത് വെക്കും. സോ ദിസ് സ്റ്റൈൽ വർക്ക്സ് വെൽ വെൻ എംപ്ലോയീസ് ആർ സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഹൈലി കോമ്പിറ്റൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട പണികളൊക്കെ ആണെങ്കിൽ ഈ സ്റ്റൈലാണ് നല്ലത്. പക്ഷേ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ എ സ്റ്റഡി ഡ്രോപ്പ് ഇൻ ദി എംപ്ലോയി മൊറൈൽ. അതായത് ദ സ്റ്റൈൽ ക്യാൻ ഡിസ്ട്രോയ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, എസ്പെഷ്യലി വെൻ എംപ്ലോയീസ് ഗെറ്റ് ഓവർവെൽംഡ് ബൈ ദി പേസ് സെറ്റർ ലീഡേഴ്സ് ഡിമാൻഡ്സ് ഫോർ എക്സലൻസ്. അതായത് അവരെ കൊണ്ടിട്ട് ബുദ്ധിമുട്ടിച്ചാളും ഇന്ന രീതിയിൽ അത്ര എക്സലൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കിട്ടണം. അവരെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ വർക്ക് ചെയ്ത് കിട്ടണം. അത് ശരിക്കും എംപ്ലോയീസിന് ഒരു ഓവർലോഡായി മാറുക ചെയ്യാം. അതാണ് പേസ് സെറ്റിംഗ് സ്റ്റൈലിൻ്റെ ഡ്രോബാക്ക്. വേറെ ഒന്നാണ് അഫിലിയേറ്റീവ് സ്റ്റൈൽ എന്ന് പറയും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ലീഡർ ലിസൺസ് ടു ദ സബോർഡിനേറ്റ്സ് എക്സ്പ്ലോറിംഗ് ദിയർ ലൈഫ്സ്, ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. അപ്പോൾ the leader tries to get the work done by developing good interpersonal communication and building relationship. അതായത് ഈ അപ്രോച്ചിൽ ലീഡർ ഗെറ്റ്സ് എ ഗുഡ് റാപ്പോ വിത്ത് ഹിസ് സബോർഡിനേറ്റ്. ഇറ്റ് കൾട്ടിവേറ്റ്സ് സ്ട്രോങ് ബോൺസ് ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. അവരുടെ എന്താ പറയുക എംപ്ലോയീസിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ എന്താണ് അവരുടെ ഡ്രീം എന്താണ്, അവരുടെ ആസ്പിറേഷൻ എന്താണ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ലീഡർ പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഡു ഗുഡ് ഓൺലി ഇൻ ദ ലോങ് റൺ. അതായത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടഡ് ഇൻ എമർജൻസീസ് വെൻ ദർ ഇസ് ദ നീഡ് ഫോർ ഫാസ്റ്റ് റെസ്പോൺസ്. പെട്ടെന്ന് ചെയ്ത് കിട്ടേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അവരുടെ ഡ്രീം കണ്ട് അതിനനുസരിച്ച് ഇതാക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊന്നും ദി സ്റ്റൈൽ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ദെൻ കോച്ചിങ് സ്റ്റൈൽ എന്ന് പറയും. ഹിയർ ലീഡേഴ്സ് എൻകറേജ് ആൻഡ് കൗൺസിൽ എംപ്ലോയീസ് അബൌട്ട് ദിയർ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ എനാക്ടിങ് ഗോൾസ്, provide ample instructions and feedback so as to attain their goals. അതായത് കോച്ചിങ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ they are ready to delegate. They provide challenging assignments to the subordinates. അതായത് leaders ignore short-term failures of their subordinate if such failures can lead to long-term learning. അതായത് കോച്ചിങ് സ്റ്റൈൽ എന്താ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്സ് ആർ കേപ്പബിൾ ഓഫ് മേക്കിംഗ് എംപ്ലോയീസ് മോർ സെൽഫ് കോൺഫിഡൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇറ്റ് ഈസ് ഇൽ സ്യൂട്ടഡ് ടു ദി ഡിമാൻഡ്സ് ഓഫ് എ ഹൈ പ്രഷർ എക്കണോമി.
ഇഫ് ദ ഫീഡ്ബാക്ക് ഇസ് നോട്ട് കൺസ്ട്രക്റ്റീവ് ഇറ്റ് ക്യാൻ കിൽ എംപ്ലോയി മൊറയിൽ എന്നാണ് പറയുന്നത്. അതേപോലെ ഇഫ് സബോർഡിനേറ്റ്സ് റെസിസ്റ്റ് ചേഞ്ച് ദിസ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയാം. താങ്ക്